ഈ പറയുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായിട്ടും ഈ 2015 വലിയ തിരിച്ചടിക്ക് ശേഷം 2025 വരുമ്പോൾ 10 വർഷത്തിന് ശേഷം ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിന് അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിരിക്കുന്നു എന്ന കാര്യത്തിൽ ചെറിയ കാര്യമല്ല. അത് തന്നെയാണ് അവർ ലക്ഷ്യം വെച്ചത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കൺവിൻസ് ചെയ്യിക്കുന്നത്, ഡൽഹി കോൺഗ്രസ് പ്രത്യേകിച്ച് അജയ് മക്കൻ അടക്കമുള്ള ആളുകൾ രാഹുൽ ഗാന്ധിയെ കൺവിൻസ് ചെയ്യിക്കുന്നത് ഒരു സഖ്യത്തിന് വേണ്ടിയും പോകരുത് ആം ആദ്മി പാർട്ടിയായിട്ടാണ്. ഇനി ഒരിക്കൽ കൂടെ സഖ്യമുണ്ടായാൽ ഡൽഹിയിൽ കോൺഗ്രസ് ഇല്ല എന്നുള്ളതാണ്. എന്ന് മാത്രവുമല്ല, കോൺഗ്രസിൻ്റെ പ്രശ്നം എന്താ അറിയോ, ആം ആദ്മി പാർട്ടി ഒരിക്കൽ കൂടി വിജയിച്ചു വരുന്നു എന്ന് വിചാരിക്കുക. ഡൽഹിയിൽ ഈ പറയുന്ന 25 BJPക്ക് അല്ല നഷ്ടം ഉണ്ടാകാൻ പോകുന്നത്, കോൺഗ്രസിൽ നിന്ന് വലിയൊരു ഒഴുക്ക് ആം ആദ്മി പാർട്ടിയിലേക്ക് ഉണ്ടാകും. കാരണം പിന്നെ ഈ പാർട്ടിയിൽ നിന്നിട്ട് കാര്യമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ നിന്ന് ഡൽഹിയിൽ BJPയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഡൽഹിയിലെ BJPക്കാർക്ക് കോൺഗ്രസിനെ ആവശ്യവുമില്ല. അതേസമയം കോൺഗ്രസിന് നേരെ ആം ആദ്മി പാർട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും ഈ കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ. അപ്പോൾ ആ അർത്ഥത്തിലൊരു ജീവൻ മരണ പോരാട്ടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത്. ഈ ഇന്ത്യ സഖ്യം എന്നൊക്കെ പറയുന്നതിന് അപ്പുറത്തേക്ക് BJP ഇപ്രാവശ്യം ജയിച്ചാലും കുഴപ്പമില്ല, ഇപ്രാവശ്യം പാർട്ടിക്ക് ഒരു ബേസ് ഉണ്ടാക്കണം എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പാർട്ടിയെ വിറപ്പിച്ചിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് പൂർണ്ണമായും കടന്നു കഴിഞ്ഞു BJP കടന്നു കഴിഞ്ഞു. പക്ഷേ ഞാൻ പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തൊരു സംശയം വേണ്ട, സ്വപ്നതുല്യമായ മുന്നേറ്റമാണ് BJP ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 15% വോട്ട് എന്ന് പറയുന്നത് ഓവർടേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. 28 സീറ്റുകൾ അധികം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതും ഈസി അല്ല. അപ്പോൾ സിമ്പിൾ അരിത്മെറ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 28 സീറ്റിന്റെ അഡ്വാൻറ്റേജ്, 15% വോട്ടിന്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ വലിയൊരു ട്രെൻഡ് ഉണ്ട് എങ്കിൽ മാത്രമാണ് ഈ പറയുന്ന കാര്യത്തെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും. നരേന്ദ്രമോദിയാണ് അവിടുത്തെ ട്രെൻഡ് എന്ന കാര്യത്തിൽ സംശയമാണ്. രമേഷ് ബിദൂരിയെക്കാളും മറ്റ് നേതാക്കളെക്കാളും ഒരു മുഖവും ഉണ്ടായിരുന്നില്ല. അപ്പം നരേന്ദ്രമോദി തന്നെ എല്ലാ ദിവസവും നരേന്ദ്രമോദി റാലികളിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഈ ഡൽഹിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവസാന ദിവസം. അതായത് പോളിംഗ് നടക്കുന്ന ദിവസം പോലും മഹാകുംഭമേളയിൽ പോയി നരേന്ദ്രമോദി നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ തവണ ഈ ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ വിജയിച്ചു വന്നത് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണെന്ന് അറിയാമോ? 21,697. 61% വോട്ടാണെന്ന് അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ പിടിക്കുന്നത്. സുൽകുമാർ യാദവ് മറ്റുമായിരുന്നു സ്ഥാനാർത്ഥി. 21,697 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച അരവിന്ദ് കെജ്രിവാൾ കേവലം 284 വോട്ടുകൾക്ക് മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ആം ആദ്മി പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ട പ്രതിച്ഛായ വിഷയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ആന്റി ഇൻകംബൻസി ഭരണവിരുദ്ധത എത്രത്തോളം, അതായത് രണ്ടുപേരും അരവിന്ദ് കെജ്രിവാൾ ഇനി വിജയിച്ചാലും അതൊരു കുറഞ്ഞ ഭൂരിപക്ഷത്തിലെ വിജയത്തിലേക്ക് വീഴുന്നു. അരവിന്ദ് കെജ്രിവാൾ ആരെയാണോ ഭരണം ഏൽപ്പിച്ചത് ആ അതിഷി ഇപ്പോഴും പിന്നിലാണ്. 1149 വോട്ടുകൾക്ക് അതിഷി പിന്നിൽ. അമാനത്തുള്ള ഖാൻ മുന്നിലാവണമെന്നല്ലേ? അപ്പൊ ഓഖ്ല സീറ്റിൽ അമാനത്തുള്ള ഖാനെ പിടിക്കുന്നത് സുജയ അല്ല, ഓഖ്ലയിൽ അമാനത്തുള്ള ഖാനെ പിടിക്കുന്നത് എന്തിനാണ്? അല്ല, ഓഖ്ലയിൽ ആം ആദ്മി പാർട്ടിക്ക് ഉറപ്പായും വിജയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റാണ് ഓഖ്ല. അപ്പൊ ന്യൂഡൽഹിയിലോ? ന്യൂഡൽഹി അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്ന സീറ്റല്ലേ? അല്ല, അവിടെ അരവിന്ദ് കെജ്രിവാളിനേക്കാൾ അമാനത്തുള്ള ട്രാപ്പൊന്നുമല്ല. അമാനത്തുള്ള ഇത് കൊള്ളാം, ഒരാൾ വിജയിക്കാൻ നമുക്ക് ആഗ്രഹിച്ചുകൂടെ? നിങ്ങൾ ഒരു അഴിമതിയിൽ അമാനത്തുള്ള ഖാന്റെ പേര് കേട്ടിട്ടുണ്ട്? പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത ഇത് വ്യക്തിപരമായ ഞാൻ ഓഖ്ലയിലല്ല, അല്ല രോഹിണിയിലും. ഞാൻ കേരള ഹൗസിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഏറ്റവും വലിയ റെസിഡൻഷ്യൽ ഏരിയ അത് കേരള ഹൗസിന്റെ നേരെ ഓപ്പോസിറ്റ്. ഞാൻ അമാനത്തുള്ള ഖാൻ